കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളം മുൻ വർഷങ്ങളിൽ കേന്ദ്ര ബജറ്റിൽ അവഗണനയായിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം എയിംസ് എങ്കിലും ഉണ്ടാകുമെന്നോ ആണ് കേരളം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കാനായി 29 ആവശ്യങ്ങൾ അടങ്ങിയ കത്താണ് ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മലാ സീതാരാമന് കൈമാറിയത്. 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി, റെയർ എർത്ത് കോറിഡോർ, മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതികൾക്കായി 1000 കോടി സഹായം തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരളത്തിന്റെ കത്തിലുള്ളത്. വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ റെയിൽ കണക്ടിവിറ്റി, തുറമുഖവുമായി ചേർന്ന് വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് തുടങ്ങി വിവിധ മേഖലകളിലെ പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് മറ്റൊരാവശ്യം. കേരളത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിക്കുക, GST നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കുക, ഇ-കൊമേഴ്സ് ഇടപാടുകൾക്ക് പെരുമാറ്റച്ചട്ടം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് 4 സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. കേന്ദ്ര ബജറ്റിനു പുറമെ 16ാം ധനകമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് സംസ്ഥാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.